ഒന്നെങ്കിൽ അവനെ ആരോ വിലക്കെടുക്കും, അല്ലെങ്കിൽ അവന്റെ മറ്റൊരു ഗുണലക്ഷ്മിച്ചാണ്. എനിക്ക് തോന്നുന്നത് അവൻ വന്നിരിക്കുന്നത് ഏതോ പ്രതികാരവുമായിട്ടാണ്. നിങ്ങൾ കാരണം പണ്ട് ഏതെങ്കിലും സാധു ബ്രാഹ്മണന് ശിവേരിക്കൽ തലയടിച്ച് മരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇനി ആ സാധു ബ്രാഹ്മണന്റെ എങ്ങാനും മകനാണോ ഈ നെയ്യാറ്റിക്കര മോഹൻ? ഏത് സാധു ബ്രാഹ്മണൻ? എടാ വക്കീല, തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞേക്കില്ല. വക്കീല, ഞാൻ മിണ്ടുന്നില്ല. സംസാരിക്കുന്നതോടൊക്കെ വേറെ എന്നാണ് എല്ലാവരും. അതിന് വേണ്ട ഏർപ്പാട് അത് വേണം. ഇത്രയാണെന്ന് ചുമ്മാരിക്കുന്നുണ്ടോ? അത് വേണം അപ്പച്ച, വേണം. നിങ്ങൾ ആരെപ്പറ്റിയാ പറയുന്നത്? നീ അറിയണ്ട. അവനെ നീ നേരിട്ട് വിളിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ എത്ര ചിലവായാലും ആ നെയ്യാറ്റിൻകര കോവിലിൽ ജീവനോട് വേണ്ട. ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. നെയ്യാറ്റിൻകര കോവിൽ